നമസ്കാരം, ഞാൻ സുമിൽ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ആ ഒരു പ്രത്യേക പേര് തിരഞ്ഞെടുക്കുന്നത്? മാത്രമല്ല, ആ ഒരു ക്യാരക്ടറിന്റെ ആ പേര് തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലമായി സത്യം പറഞ്ഞാൽ ഒരു മൈക്ക് പിടിച്ചിട്ട്. ഞാൻ അവസാനമായിട്ട് മൈക്ക് പിടിച്ചത് എൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി എം ഗഫൂർ സാറിന് പുസ്തകം കൈമാറിയപ്പോഴാണ്. സോ ചോദ്യം വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഖദീജ എന്നുള്ളത്. ഈ അടുത്തിടെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ട് പറയുകയുണ്ടായി, പുസ്തകത്തിൽ ഖദീജ, അതുപോലെ ആയിഷ, ഇത്തരം പേരുകളൊക്കെ കൂടുതലും ഇസ്ലാമിക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളാണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് ഒരു എന്താ പറയുക ഇസ്ലാമിക് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയിരിക്കും എന്നുള്ള പാറ്റേണിൽ പറയാനോ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു വിമർശനം വന്നിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാനും എന്താ പറയുക അധികാരമുണ്ട്. കാരണം നമ്മളെ പ്രശംസിക്കുന്ന പോലെ തന്നെ വിമർശിക്കാനും അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എഴുത്തുകളൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാം ഒരു പേജ് ഉണ്ട്. ഞാൻ എൻ്റെ ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ എഴുതുന്ന ഏകദേശം ഇപ്പോൾ ഒരു 100K കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നൊരു പേജാണ്. അതിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു 2023 എഴുതിയിട്ടുള്ള ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഖദീജ എന്ന് പറയുന്നത്. 2024 ഒരു പുസ്തകം എഴുതണമെന്ന് ആശയം വന്ന സമയത്ത് ഞാൻ എന്നാൽ ഇതാക്കാം തീം, ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാം, ഇതിൽ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന തോന്നൽ കൊണ്ട് മാത്രമാണ് ഖദീജ എന്നുള്ള പേരിൽ ഞാൻ ഈ ഒരു പുസ്തകം എഴുതി തുടങ്ങിയത്. അതാണ് ഈ ഒരു പുസ്തകത്തിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ പുസ്തകത്തിന് എന്തുകൊണ്ട് ഖദീജ എന്നുള്ള പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വായിച്ച എത്ര ആളുകൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നറിയില്ല. ഒരു 3-4 ചാപ്റ്റർ കഴിയുന്നതോടുകൂടി അതിലെ ഖദീജ നമ്മളായി തീരും. ഒരു 2 ചാപ്റ്റർ വരെ ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 പേജ് മാത്രമാണ് കഥ എഴുതുന്ന ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒരു ചായപ്പീടെ പറഞ്ഞ് അവിടെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് പതിയെ അത് ഖദീജയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാൻ ചെയ്യുന്നത്. പിന്നീട് അവിടെ സംസാരിക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഖദീജയാണ്. അവസാന നിമിഷം സംഭവിക്കുന്നതും ഖദീജയിലാണ്. ഇതിന് 2ാം ഭാഗം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചവർക്ക് അറിയാം. ഇവിടെ വായിക്കാത്തവരുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ അവസാനത്തിലുള്ള സസ്പെൻസ് ഞാൻ പൊട്ടിച്ച് കളയാത്തത്. സോ പുസ്തകത്തിൻ്റെ പേര് എന്തുകൊണ്ട് ഖദീജയായി എന്നുള്ള ചോദ്യത്തിന് ആൻസർ, ആ പുസ്തകം നിറയെ ഖദീജയാണ്. അത് വായിക്കുന്ന നമ്മളും ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഖദീജയാണ്. ഞാനൊരു ആൺകുട്ടിയാണ്. എങ്ങനെ ഒരു പെണ്ണിൻ്റെ മനസ്സ് എഴുതിയെന്ന് ചോദിക്കരുത്. അത് വായിക്കുന്ന ആളാണ് ആ പെണ്ണോ എങ്ങനെയാണെങ്കിലും ആ സമയത്ത് ഖദീജയാണ്. അതാണ് ആ പുസ്തകത്തിന് ഖദീജ എന്നുള്ള പേരിനുള്ള കാരണം. മറ്റു കാരണങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ സാഹിത്യപരമായിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഇത്തരം പൊലിപ്പിക്കലോട് എനിക്ക് താല്പര്യമില്ല. സിംപ്ലി വായനക്കാരൻ അത് വായിക്കുന്ന സമയത്ത് ഖദീജയാണ് അതിലെ മെയിൻ ക്യാരക്ടറാണ്. DC ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുസ്തകം എഴുതണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ സമയത്ത് അടുത്ത ആഴ്ച DC ഒരു സബ് എഡിറ്റർ എനിക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലും ഒരു തെലുങ്ക് സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറാക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതുന്ന പോലെ പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള സർപ്രൈസാണ് ആ ഒരു കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിറാക്കിൾസ് ആണ്. ഈ ഒരു വേദിയിൽ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ മനസ്സിൽ പുസ്തകം എഴുതിയതിനു ശേഷം ഞാനത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു. പണ്ടൊക്കെ ഈ ഓണക്കാലത്ത് ഓണപ്പതിപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് വരുമ്പോൾ അതിൽ